കഴിഞ്ഞ ദിവസം നമ്മൾ എക്സസൈസിന്റെ ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിന്റെ എൻഡ് ഓഫ് ദി ചാപ്റ്റർ എക്സസൈസിന്റെ 1 to 6 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തത്. ഇന്ന് നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഡൈപോള്, ടോർക്ക് ആക്ടിംഗ് ഓൺ എ ഡൈപോള്, അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഞാൻ ഓൾറെഡി ഞാൻ അതിന്റെ ആൻസർ എഴുതിയിട്ടുണ്ട്. സോ അതിന്റെ ആൻസർ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻ ഇസ് എ കണ്ടിന്യൂസ് കർവ്, ദാറ്റ് ഈസ് എ ഫീൽഡ് ലൈൻ കനോട്ട് ഹാവ് സഡൻ ബ്രേക്സ്. വൈ നോട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഫീൽഡ് ലൈൻസിനെ പറ്റി പഠിക്കുമ്പോൾ പറയും, ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്ലസ് ക്യൂ ചാർജ് ആണ് ഉള്ളതെങ്കിൽ ആ പ്ലസ് ക്യൂ ചാർജിൽ നിന്നുള്ള ലൈൻസ് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അത് റേഡിയലി ഔട്ട്വേർഡ് ആണ്. ദേ ആർ മൂവിങ് ടുവേർഡ്സ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അതിന് സഡൻ ബ്രേക്സ് ഒന്നുമില്ല. ദേ വിൽ മൂവ് ടുവേർഡ്സ് ഇൻഫിനിറ്റി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് അത് കണ്ടിന്യൂസ് ലൈൻസ് ആയിട്ട് നമ്മൾ ഡ്രോ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ദിസ് ലൈൻ ഷോസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ടെസ്റ്റ് ചാർജ്. നിങ്ങൾ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെക്കുകയാണെങ്കിൽ ഈ പ്ലസ് ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡിൽ നിങ്ങൾ ഒരു ടെസ്റ്റ് ചാർജ് വെക്കുകയാണെങ്കിൽ ആ ടെസ്റ്റ് ചാർജ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും എന്നുള്ളതാണ് ആക്ച്വലി ഈ ഫീൽഡ് ലൈൻസ് കാണിക്കുന്നത്. സോ വെൻ ദ ഫീൽഡ് ലൈൻസ് ആർ മൂവ്, ബിക്കോസ് ഹിയർ ദ ടെസ്റ്റ് ചാർജ് വിൽ ഗെറ്റ് റിപ്പൽ, ദാറ്റ് ഇസ് വൈ ദേ ആർ റേഡിയലി ഔട്ട്വേർഡ്. അപ്പോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റിപ്പൽസിങ് ഫോഴ്സ് ഈ ഒരു ടെസ്റ്റ് ചാർജിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് സഡൻ ആയിട്ട് ഒന്ന് നിൽക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ആ ഫോഴ്സ് ബ്രേക്ക് ചെയ്തു. സഡൻ ആയിട്ട് ആ ഫോഴ്സ് ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ, ഡിസ്കണ്ടിന്യൂസ് ലൈൻ ആയിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ വരെ ഉണ്ട് ഫോഴ്സ്. പിന്നീട് ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഇത് എന്ത് ചെയ്തു? ജമ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോയോ? അങ്ങനെയല്ല. ദേ കനോട്ട് മൂവ് ലൈക്ക് ദാറ്റ്. ദ ഫോഴ്സ് ഇസ് ആക്ടിങ് കണ്ടിന്യൂസ്ലി. ഇഫ് ദർ ഇസ് എ ബ്രേക്ക്, ദാറ്റ് മീൻസ് ദർ ഈസ് നോ ഫോഴ്സ് ആൻഡ് ഇറ്റ് does not jump from one point to another without any force, which is not possible actually. So അതുകൊണ്ടാണ് ഞാൻ ആൻസർ ചെയ്തിരിക്കുന്നത് a test charge experience a continuous force when placed in an electrostatic field. The charge move continuously, it doesn't jump from one place to another എന്ന് നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഫീൽഡ് ലൈൻസിന്റെ ഡെഫിനേഷൻ വേണമെങ്കിൽ എഴുതാനായിട്ട് ഓക്കെയാണ്. അടുത്ത് നോക്കിക്കേ, 2 point charges 3 microcoulomb minus 3 microcoulomb are located 20 centimeter apart in vacuum. അപ്പൊ ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആണ്. സോ ഇതൊരു ഡൈപോൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഇവിടെ എ ആണ്, ഇവിടെ ബി ആണ്, മിഡ് പോയിന്റ് നമ്മുടെ ഒ ആണ്. ഇവിടെയാണ് 3 microcoulomb ചാർജ് ഇരിക്കുന്നത്. ഇവിടെയാണ് -3 microcoulomb ചാർജ് ഇരിക്കുന്നത്. And the distance between them is 20 centimeter. What is the electric field at the midpoint of the line joining the two charges? ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ O എന്ന് പറയുന്ന പോയിന്റില്, ബിക്കോസ് അതിന്റെ അടുത്ത് 2 ചാർജസ് ഉണ്ട്. സോ ദി ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ബോത്ത് 3 microcoulomb and -3 microcoulomb. അപ്പൊ നമ്മൾ രണ്ടും കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുക ആദ്യം. എന്നിട്ട് അതിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുക. അപ്പൊ ആ ഡയറക്ഷൻ, ഇപ്പൊ അത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡ് രണ്ടും ആഡ് ചെയ്തെടുക്കണം. സപ്പോസ് ദേ ആർ ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, യു ഹാവ് ടു സബ്ട്രാക്ട് ദം. ഇപ്പൊ ഞാൻ ആദ്യം ഈ ഇലക്ട്രിക് ഫീൽഡ് എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് KQ/R² എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ 9 × 10⁻⁹ Q വരുന്നത് 3 × 10⁻⁻6 ഡിവൈഡഡ് ബൈ ഇത് എയും ഓയും, O എന്ന് പറയുന്ന പോയിന്റ് ആയതുകൊണ്ട് ഇത് 10 സെന്റിമീറ്റർ വരും, ഇവിടെയും 10 സെന്റിമീറ്റർ വരും. അപ്പൊ 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 1 × 10⁻⁻1 മീറ്റർ ആണ് വരുന്നത്. അല്ലെങ്കിൽ 10 × 10⁻2 വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ 1 × 10⁻1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു. അപ്പൊ എന്ത് പറ്റും? 27 × 10⁻3 ഡിവൈഡഡ് ബൈ 1 × 10⁻2 10⁻2, it will be 27 × 10⁵ ന്യൂട്ടൺ എന്ന ആൻസർ കിട്ടും. 27 × 10⁵ ന്യൂട്ടൺ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ ഇത് ഈ എ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഈ എ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ആ ഡയറക്ഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ O എന്ന് പറയുന്ന പോയിന്റ് ഒരു പോസിറ്റീവ് ചാർജ് കൊടുക്കുക.
ഈ പോസിറ്റീവ് ചാർജ് എയിലിരിക്കുന്ന 3 കൂളോം ചാർജ് കാരണം എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ബിക്കോസ് അത് റിപ്പൽഷൻ ആണ്. സോ നമുക്ക് എന്ത് എഴുതാൻ? ടുവേർഡ്സ് ബി ആണത് മൂവ് ചെയ്യുന്നത് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ബി കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അവിടെയും നമ്മൾ എന്ത് ചെയ്യുക? 3 × 10⁻9 × 3 × 10⁻6. നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമ്മൾ ഡയറക്ഷൻ എഴുതുന്നുണ്ട്. 1 × 10⁻2 ദി ഹോൾ മൈനസ് 1 × 10⁻1 the whole square എഴുതുന്നു. Again you will get 27 × 10⁵ Newton. ഒരേ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇനി ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കിക്കേ. ഈ ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഏതെവിടെയാണോ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെക്കും. ഞാൻ ഓയിൽ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചു. ആ പോസിറ്റീവ് ചാർജ് ബിയിലുള്ള ചാർജ് കാരണം എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമെന്ന് നോക്കുക. എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ചാർജ് ബിയിലേക്ക് അട്രാക്ട് ചെയ്യും. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഏതാ? ടുവേർഡ്സ് ബി ആണ്. അപ്പൊ നോക്കിക്കേ, രണ്ട് ഇലക്ട്രിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. സോ അപ്പൊ നമുക്ക് ഈ നെറ്റ് എന്ത് എഴുതാൻ പറ്റും? ഈ നെറ്റ് ഈസ് ഈക്വൽ ടു EA + EB എന്ന് എഴുതാനായിട്ട് പറ്റും. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 54 × 10⁵ Newton. എവിടെ ഡയറക്ഷൻ? ടുവേർഡ്സ് ബി ഓർ എലോങ് OB എന്നൊക്കെ എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ എലോങ് OB ആണ് എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും എഴുതാനായിട്ട് പറ്റും. ഓക്കെ. ഇനി അടുത്തത്, ഇഫ് എ നെഗറ്റീവ് ടെസ്റ്റ് ചാർജ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഇപ്പൊ നേരത്തെ അവിടെ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ അവിടെ ഒരു ടെസ്റ്റ് ചാർജ് ആയിരുന്നു വെച്ചിട്ടുള്ളത്. ഇനി നമ്മളൊരു ചാർജ് അവിടെ വെക്കുകയാണെങ്കിൽ ഈ ഫോഴ്സിന് എന്ത് വ്യത്യാസം ഉണ്ടാവും? ഇഫ് ദ നെഗറ്റീവ് ടെസ്റ്റ് ചാർജ് ഓഫ് magnitude 1.5 × 10⁻19 coulomb is placed at this point, what is the force experienced by the test charge? ഇപ്പൊ നമ്മൾ ഓയില് 1.5 × 10⁻9 എന്നുള്ള ഒരു ചാർജ് വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഫോഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ഒ കാണുന്നു. അപ്പൊ എന്താ വരുന്നത്? കെ ഈസ് 9 × 10⁻9 ഇൻറ്റു ക്യൂ എത്ര വരും? 3 × 10⁻6 ഒരെണ്ണമുണ്ട്. പിന്നെ 1.5 × 10⁻19 ഉണ്ട്. പിന്നെ താഴെ വരുന്നത് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 10⁻2 അല്ലെ. 1 × r² എന്ന് പറയുന്നത് 10⁻2 ആണ് വരുന്നത്. 1 × 10⁻1 the whole square which is 10⁻2. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? 27 × 1.5 ഇൻറ്റു ഇവിടെ എന്ത് വരും? -6 -4 വരും. ഓക്കെ, -4 വരും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 27 × 1.5 എന്ന് പറയുന്നത് 40.5 × 10⁻4 എന്ന്. ഓക്കെ, സോ ആൻസർ വരുന്നത് 40.5 × 10⁻4 Newton എന്നാണ്. ഇനി നമ്മൾ അതിന്റെ ഡയറക്ഷൻ നോക്കി. ഇപ്പൊ ഇവിടെ നമ്മൾ വെച്ച ചാർജ് ഒരു പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ അത് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്തിട്ട് മൂവ് ചെയ്യും. റിപ്പൽ ചെയ്തിട്ട് ബാക്കിലേക്ക് പോകും. അപ്പൊ എന്ത് ചെയ്യും? ടുവേർഡ്സ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ടുവേർഡ്സ് ബി തന്നെ ആയിരിക്കും. ആണല്ലോ. ഇനി അടുത്തത് ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? എഫ് BOയും കാൽക്കുലേറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ ഫോർ 40.5 × 10⁻4 Newton. ഇപ്പൊ ഇവിടെ വെച്ചത് പോസിറ്റീവ് ചാർജ് ആണ്. ഈ പോസിറ്റീവ് ചാർജ് കാരണം നമ്മൾ വെച്ചത് ഒരു നെഗറ്റീവ് ചാർജ് ആണ്. ഇത് ക്വസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഇസ് എ നെഗറ്റീവ് ടെസ്റ്റ് ചാർജ്. അപ്പോൾ നെഗറ്റീവ് ടെസ്റ്റ് ചാർജ് ആണെങ്കിൽ ഇവിടെ ടുവേർഡ്സ് ബി ആയിരിക്കില്ല വരുന്നത്. എന്ത് ചെയ്യും? ഇത് നെഗറ്റീവ് ആണ് ആക്ച്വലി. അപ്പൊ ഇത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് ടുവേർഡ്സ് എ. ഇവിടെയും സെയിം ഫോഴ്സ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ Q1 Q2 ഒന്നും ചേഞ്ച് ഇല്ല. സെയിം മൈനസ് സൈന് മാത്രമേ ഉള്ളൂ ചേഞ്ച്. ഇതേപോലെ നിങ്ങൾക്ക് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ -3 നെഗറ്റീവ് ആണ്, -1.5 നെഗറ്റീവ് ആണ്. അപ്പൊ അത് റിപ്പൽ ചെയ്ത് എയുടെ ഡയറക്ഷനിലേക്ക് പോകും. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? F net is equal to ഇത് രണ്ടും കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക. 40.5 + 40.5 എന്ന് പറയുമ്പോൾ 81 × 10⁻4 Newton along OA അല്ലെങ്കിൽ ടുവേർഡ്സ് OA എന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യന് നിങ്ങൾ സൈൻ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ നോക്കുക ആ ഒരു പർട്ടിക്കുലർ ചാർജ് ഏത് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സിസ്റ്റം ഹാസ് 2 charges
ക്യു എ രണ്ട് സിസ്റ്റം ഉള്ള ഒരു ചാർജ് ആണ്. അപ്പൊ ആ ചാർജിന്റെ സ്പെഷ്യാലിറ്റി ഒന്ന് നോക്കിക്കേ. ആ രണ്ട് ചാർജ് എന്തായിട്ടുള്ള ചാർജസ് ആണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ എന്താ പ്രത്യേകത? ഇഫ് ദ ചാർജ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, what will happen? It will create a dipole. Okay. So ഇത് 2.5 into 10 raised to minus 7. ഇത് 2.5 into 10 raised to minus 7, but opposite charge, and the distance between them. അതായത് ഇതൊരു z ആക്സിസിലുള്ളതാണ്, ബിക്കോസ് ഇത് x 0 y 0 z ആക്സിസിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ z ആക്സിസിന്റെ ഒരു എൻഡ് -15 സെന്റിമീറ്റർ, ഇത് ഇതിന്റെ മിഡ് പോയിന്റ്, ഇത് 15 സെന്റിമീറ്റർ. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ടോട്ടൽ ചാർജ്, ഇപ്പൊ ഡൈപോളിന്റെ ടോട്ടൽ ചാർജ്, dipole's total charge is always 0, because അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു 0. Dipole moment P is equal to Q into 2D, where Q is one of the charges and 2D is the distance of separation. Q എന്ന് പറയുന്നത് 2.5 into 10 raised to minus 7 into 2D. 2D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്, ഡിസ്റ്റൻസിന്റെ ഡബിൾ അല്ല. 2D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്. ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എത്രയാണ് വരുന്നത്? ഇവിടെ 0 തൊട്ട് -15 വരെ 15, 0 തൊട്ട് +15 വരെ 15. സോ ടുഗദർ ഇറ്റ് വിൽ ബി 30 into 10 raised to minus 2. So എത്ര വരും? 75 into 10 raised to minus 9 എന്നാണ് ആൻസർ വരുന്നത്. 75 into 10 raised to minus 9 എന്ന ആൻസർ വരുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ കൊടുത്തേക്കുന്നത് 7.5 into 10 raised to minus 18 എന്നാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. യൂണിറ്റ് വരുന്നത് കൂളോമീറ്റർ. ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ എങ്ങനെയാണ്? സോ നോർമലി ഇറ്റ് ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് along the z ആക്സിസ് എന്ന് പറയാം, ബിക്കോസ് ഇവിടെ ഡൈപോൾ ഇരിക്കുന്നത് z ആക്സിസ് ആണ്. സോ ഇൻ z ആക്സിസ് ഫ്രം മൈനസ് ടു പ്ലസ്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാനായിട്ട്. ആ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് അടുത്തത് വരുന്നത്. An electric dipole with dipole moment 4 into 10 raised to minus 9 centimeter coulometer is aligned at 30 degree with the direction of uniform electric field of magnitude 5 into 10 raised to 4 Newton per coulomb. Calculate the magnitude of the torque acting. എന്ന ടോർക്കാണ് ചോദിച്ചിരിക്കുന്നത്. ടോർക്കിന്റെ ഇക്വേഷൻ എന്താണെന്ന് ഓർക്കണം. എന്തായിരുന്നു ടോർക്കിന്റെ ഇക്വേഷൻ? ഡൈപോൾ മൊമെന്റിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെയും ടേംസിൽ ടോർക്കിന്റെ ഇക്വേഷൻ വരുന്നത് ടോ ഈസ് ഈക്വൽ ടു PE സൈൻ തീറ്റ. ടോർക്ക് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. P എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ്, E ഇലക്ട്രിക് ഫീൽഡ്, തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡൈപോൾ മൊമെന്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമുള്ളൂ. 4 into 10 raised to minus 9 into 5 into 10 raised to 4 into sin 30 is 1/2. Okay, so 4 into 5 is 20, 20 into 10 raised to minus 5 into 1/2. So it is equal to 10 raised to minus 4 Newton meter. Okay, അതാണ് യൂണിറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഡയറക്ഷൻ എഴുതണമെങ്കിൽ ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് ഡൈപോൾ മൊമെന്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. A polythene piece rubbed with wool is found to have a negative charge of 3 into 10 raised to minus 7 coulomb. ഒരു പോളിത്തീൻ റബ്ഡ് വിത്ത് എ wool, അപ്പൊ അതിന്റെ ചാർജ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ചാർജും നമ്പർ ഓഫ് ഇലക്ട്രോൺസും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ Q is equal to N into E എന്നുള്ളതാണ്. Q എത്രയാ വരുന്നത്? 3 into 10 raised to minus 7 into N ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10 raised to minus 19 ആണ് വരുന്നത്. സോ N is equal to 3 into 10 raised to minus 7 divided by 1.6 into 10 raised to minus 19. ഇത് അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്നത് 1.9 into 95 ആ ഒരു റേഞ്ചിൽ വരും, into 10 raised to minus 10 raised to minus അല്ല പ്ലസ് വരും, +12 ആണ് വരുന്നത്. പക്ഷെ ഈ 1.95 എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല, ബിക്കോസ് അത് ഒരു ഇന്റഗ്രൽ അല്ല. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പറയുമ്പോൾ 1.95 ഇലക്ട്രോൺ നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 into 10 raised to 12 ഇലക്ട്രോൺസ്. ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈസ് ദെയർ എ ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം wool to
പോളിത്തീൻ. അപ്പോൾ ഉള്ളിൽ നിന്ന് പോളിത്തീനിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തായാലും ഇലക്ട്രോൺസിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള മാസ് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. 2 × 10⁻12 ഇലക്ട്രോൺസിന് ഇക്വലന്റ് ആയിട്ടുള്ള മാസ് ട്രാൻസ്ഫർ ഉണ്ടാവും. പക്ഷെ ആ മാസ് വളരെ കുറവായിരിക്കും അല്ലെ. അപ്പൊ മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 × 10⁻12 ഇലക്ട്രോൺ. 1 ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുമ്പോൾ 9.1 × 10⁻31 ആണ്. ദിസ് മച്ച് കിലോഗ്രാം ആണ്. അപ്പൊ ഇത് വരുന്നത് 18.2 × 10⁻19 ആണ് വരുന്നത്. 19 കിലോഗ്രാം എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ വാല്യൂ ആയിട്ടാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് വെരി നെഗ്ലിജിബിൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആൻസർ എസ് ആണ്. എസ് ആണ് ആൻസർ വരുന്നത്. ബിക്കോസ് ദർ ഇസ് എ ട്രാൻസ്ഫർ ബട്ട് ദ ട്രാൻസ്ഫർ ഈസ് വെരി ലെസ് എന്നുള്ളതാണ് ആൻസർ. സോ ആ ക്വസ്റ്റ്യന് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ആക്ച്വലി 2 കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അത് വരുന്നത്. ഞാൻ 12 തൊട്ട് 13 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തേക്കുന്നത്. രണ്ടും ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, നല്ല ക്വസ്റ്റ്യൻസുമാണ്. 2 ഇൻസുലേറ്റഡ് കോപ്പർ സ്പിയേഴ്സ്. ഓക്കെ, ഇപ്പൊ നമുക്ക് 2 കോപ്പർ സ്പിയർ ഉണ്ട്, എയും ബിയും. എയും ബിയും ആയിട്ടുള്ള 2, ഇത് എ ഇത് ബി, രണ്ടിലും ചാർജ് ഉണ്ട്. എത്രയാ? 6.5 × 10⁻⁻7 കൂലോംബ് ആണ് രണ്ടിലുമുള്ള ചാർജ്. ഓക്കെ, അതിന്റെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ തന്നിട്ടുണ്ട് 50 സെന്റിമീറ്റർ. ദാറ്റ് മീൻസ് 5 × 10⁻⁻1 മീറ്റർ അല്ലെങ്കിൽ 0.5 മീറ്റർ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് റിപ്പൽ? വാട്ട് ഈസ് ദ മ്യൂച്വൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ? ആദ്യം നമുക്ക് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ കൂളോംസ് ലോ തന്നെ. 9 × 10⁻9 × 6.5 × 10⁻7 the whole square. Because Q1 Q2 എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഡിവൈഡഡ് ബൈ 5 × 10⁻1 the whole square. ഇങ്ങനെ നിങ്ങൾ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1.5 × 10⁻2 ന്യൂട്ടൺ ആണ് നിങ്ങൾക്ക് ഈ ഫോഴ്സ് കിട്ടും. ഇത് റിപ്പൽസീവ് ഫോഴ്സ് ആണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഈഫ്? ഈ കിട്ടിയേക്കുന്ന വാല്യൂ Q² ഡിവൈഡഡ് ബൈ R² വാല്യൂ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അതായത് Q സെയിം ആയതുകൊണ്ടാണ് Q1 × Q2 ഞാൻ Q² എഴുതിയത് R². ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഇഫ് ഈ സ്പിയർ ഈസ് ചാർജ് ഡബിൾ ദ എബോവ് amount and distance between them is half? അപ്പൊ നമുക്ക് പുതിയ ഫോഴ്സ് ആണ് കിട്ടുന്നത്. പുതിയ ഫോഴ്സിന് F1 എന്ന് എഴുതുന്നു. K സെയിം തന്നെയാണ്. Qന് പകരം എന്ത് ചെയ്തു? ഡബിൾ ചാർജ് ആയി. അപ്പൊ 2Q വരും. നെക്സ്റ്റ് വണ്ണിന്റെ ചാർജ് ഡബിൾ ആണ്. സോ സെയിമും ആണ് ഡബിളും ആണ്. സോ 2Q × 2Q. R പക്ഷെ R/2 the whole square ആയി. സോ K × 4Q² ഡിവൈഡഡ് ബൈ R/2 the whole square. അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെ? Q² ഡിവൈഡഡ് ബൈ R² ഇൻറ്റു ഇവിടെ ഒരു 4 ഉണ്ട്, താഴെ നിന്ന് ഒരു 4 വരുമ്പോൾ ഇത് 16KQ² ബൈ R² വരും. 16KQ² ബൈ R² എന്ന് പറയുമ്പോൾ 16KQ² ബൈ R² വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1.5 × 10⁻². അപ്പൊ ഇതിന്റെ നമ്പർ വരുന്നത്, ഇതിന്റെ ആൻസർ വരുന്നത് 24 × 10⁻² ന്യൂട്ടൺ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, KQ² ബൈ ആറിന്റെ വാല്യൂ സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ എത്ര ഫോഴ്സിന് ഇൻക്രീസ് ഉണ്ടാവും? അപ്പൊ 16 ഒറിജിനൽ നിന്ന് 16 ടൈംസ് ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 16 × the old നേരത്തെ പ്രീവിയസ് ഫോഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ വരുന്നു. അതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഇന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യനും അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതാണ് ആ ക്വസ്റ്റ്യൻ. സപ്പോസ് സ്പിയേഴ്സ് A and B in the previous exercise have identical sizes. A third sphere of the same size but uncharged is brought in contact with the first, then brought in contact with the second, and finally removed from both. What is the new force or repulsion between A and B എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാനത് ആദ്യം നമ്പേഴ്സ് ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. ഈ ഷെയറിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് A ഫോഴ്സ് ഉണ്ട്, B ഫോഴ്സ് ഉണ്ട്. A സ്പിയറും ഉണ്ട്, B സ്പിയറും ഉണ്ട്. രണ്ടിലും സെയിം ചാർജ് ആണ് ഉള്ളത്. ഞാനത് രണ്ടും Q ആയിട്ട് കൺസിഡർ ചെയ്തു അല്ലെ. നമ്മുടേത് തന്നെ രണ്ടും സെയിം ചാർജ് ആണ്. ഞാൻ നമ്പർ കൊടുക്കുന്നില്ല, Q എന്ന് പറഞ്ഞൊരു ചാർജ് കൊടുക്കുന്നു.
ഞാൻ സി എന്ന് പറയുന്ന ഒരു സെയിം കൈൻഡ് ഓഫ് സ്പിയർ ആദ്യം ഞാൻ എയുടെ അടുത്ത് കൊണ്ടുപോയിക്കുന്നു. ഇപ്പൊ സിയുടെ ചാർജ് ഇല്ല, സിയുടെ ചാർജ് 0 ആണ്. എക്ക് ക്യൂ എന്ന് പറഞ്ഞ ഒരു ചാർജ് ഉണ്ട്. ദെൻ വാട്ട് ദേ വിൽ ഡു, ദേ വിൽ ഷെയർ ദെയർ ചാർജ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എക്ക് ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ട്, സിക്ക് 0 എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ട്. അവർ രണ്ടുപേരുടെ അതിന്റെ ആവറേജ് ഷെയർ ചെയ്യും. അതായത് ഓരോരുത്തരും Q/2 ചാർജ് എടുക്കും. ഓക്കെ, അപ്പൊ എയുടെ ചാർജ് എന്തായി, ക്യൂവിൽ നിന്ന് Q/2 ആയിട്ട് മാറി. ഇപ്പൊ സിക്ക് എന്താ ഓൾറെഡി Q/2 ചാർജ് ഉണ്ട്. അതുമായിട്ട് ആ Q/2 ചാർജുമായിട്ട് സി ആരെടുത്ത് വരും, സി ആണെങ്കിൽ ബിയുടെ അടുത്തേക്ക് വരും. അപ്പൊ ബിക്ക് ഓൾറെഡി ക്യൂ ചാർജ് ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരുടെ എന്ത് ചെയ്യും, ആവറേജ് എടുക്കും. സോ Q പ്ലസ് Q/2 ഡിവൈഡഡ് ബൈ 2. സോ അത് എത്ര വരും, 3Q ഡിവൈഡഡ് ബൈ 4 വരും. അതായത് ബിയുടെ ചാർജ് ക്യൂവിൽ നിന്ന് 3Q/4 ആവും. അതേപോലെ സിയുടെ ചാർജ് Q/2 നിന്ന് 3Q/4 ആയിട്ട് മാറും. ഇങ്ങനെയാണ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നത്. ഒന്നുകൂടെ പറയാം. ആദ്യം എക്ക് ക്യൂ ചാർജ് ഉണ്ടായിരുന്നു, സിക്ക് ചാർജ് ഇല്ലായിരുന്നു. അപ്പൊ അവർ രണ്ടുപേരുടെ Q/2 ഷെയർ ചെയ്യും. ഈ Q/2 ചാർജുമായിട്ടാണ് സി എന്ത് ചെയ്യുന്നത്, ബിയുടെ അടുത്തേക്ക് പോകുന്നത്. ബിക്ക് ഓൾറെഡി ക്യൂ ഉണ്ട്. അപ്പൊ ക്യൂവിൽ നിന്ന് ബിയിൽ നിന്ന് കുറച്ച് ചാർജ് കൂടെ കിട്ടും. എത്ര കിട്ടും, 3Q/4. ആവറേജ് കണ്ടുപിടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പൊ എന്ത് പറ്റി, എയുടെയും ബിയുടെയും ചാർജിന് വ്യത്യാസം ഉണ്ടായി. അപ്പൊ പുതിയ ഫോഴ്സ് എന്തായിരിക്കും, F2 K ഇൻറ്റു ക്യൂവിന് പകരം എത്രയായി, Q/2, ബിയുടെ എത്രയായി, 3Q/4 ഡിവൈഡഡ് ബൈ എത്രയാ, ഡിസ്റ്റൻസിന് വ്യത്യാസമൊന്നുമില്ല. സോ ഇറ്റ് വിൽ ബി R². ഓക്കെ, ദെൻ K ഇൻറ്റു നമുക്ക് Q² വെളിയിൽ എടുക്കാം, R² എടുക്കാം. എന്തൊക്കെയായിരിക്കും വരുന്നത്, 3/8 ആണ് വരുന്നത്. അപ്പൊ KQ²/R² ഇൻറ്റു 3/8. KQ²/R² പകരമുള്ള വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയായിരുന്നു, 1.5 ഇൻറ്റു 10⁻² ഇൻറ്റു 3/, അതിന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5.6 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ എന്ന് കിട്ടും. അല്ലെങ്കിൽ 0.56 ഇൻറ്റു 10⁻² എന്ന് കിട്ടും. രണ്ട് കറക്റ്റ് ആണ്. 0.56 ഇൻറ്റു 10⁻² വരും, അല്ലെങ്കിൽ 5.6 ഇൻറ്റു 10⁻³. സോ നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അടുത്ത പോർഷൻ കുറച്ചുകൂടെ ഗോസസ് ലോ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. സോ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്ത്